കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റി നിയമനം ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അനാട്ടമി, ബയോകെമിസ്ട്രി, ഫിസിയോളജി വകുപ്പുകളിലായി ആകെയുള്ള 8 ഫാക്കൽറ്റി അംഗങ്ങളിൽ 3 പേർ മാത്രമാണ് സ്ഥിരം അധ്യാപകർ. ലബോറട്ടറികൾ ഇതുവരെയായും പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടില്ല. അവശ്യോപകരണങ്ങളും ലബോറട്ടറികളിൽ ഒരുക്കിയിട്ടില്ല. ഇതോടെ പ്രായോഗിക പഠനവും പാതി വഴിയിലാണ്. ഇപ്പൊ ബേസിക്കലി ഞങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ MBBSന്റെ എക്സാം ഡേറ്റ് ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നു. അത് ഓഗസ്റ്റ് 5 എക്സാം. അപ്പം ഞങ്ങൾക്ക് ഓഗസ്റ്റ് 5 എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഫുള്ള് എക്സാം ആയിരിക്കും. എക്സാമിന് പ്രയറായിട്ട് ജൂലൈയിൽ എല്ലാ കോളേജസിലും 1 മന്ത് ലീവ് കൊടുക്കും. ഞങ്ങൾക്കും ആ ലീവ് കിട്ടണം. ജൂലൈയിൽ ലീവ് കിട്ടണമെങ്കിൽ ജൂണിൽ ഞങ്ങളുടെ മോഡൽ എക്സാം നടക്കണം. ജൂണിൽ മോഡൽ എക്സാം നടക്കണമെങ്കിൽ അതിന് പ്രയറായിട്ടും ഞങ്ങൾക്കൊരു 2 വീക്സ് ലീവ് കിട്ടണം. അപ്പോൾ ആഫ്റ്റർ ഓൾ അതിന് മനസ്സിലാക്കേണ്ടത് മെയില് ഞങ്ങളുടെ പോർഷൻസ് ഇവിടെ പഠിപ്പിച്ച് തീരണം. പോർഷൻസ് പഠിപ്പിച്ച് തീരണമെങ്കിൽ തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. ഇവിടെ ഇതുവരെ ഒരു ലാബും സെറ്റായിട്ടില്ല. ഒരു ലാബിലും ഇൻസ്ട്രുമെന്റ്സ് വന്നിട്ടില്ല, ലാബ് ടെക്നീഷ്യൻ ഇല്ല, ഇലക്ട്രിസിറ്റി വർക്ക് നടന്നിട്ടില്ല, പ്ലംബിംഗ് വർക്ക് നടന്നിട്ടില്ല. അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാരണങ്ങളുണ്ട് ലാബ് സെറ്റ് ആവാത്തതിന്. ഇതുവരെ ലാബൊന്നും ശരിയായിട്ടില്ല. ഇനി ലാബ് പോട്ടെ, ഞങ്ങളുടെ ഡിസെക്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് അനാറ്റമി ഫസ്റ്റ് ഇയറിന്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ കെഡാവർ എന്ന് വെച്ചാൽ ഡെഡ് ബോഡീനെ ഞങ്ങൾ ഡിസെക്ട് ചെയ്ത് ഞങ്ങൾ പഠിക്കണം. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ കോളേജസിലും ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ ഓഫ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡേ ഓഫ് MBBS ക്ലാസ് എന്ന് പറഞ്ഞാൽ കെഡാവർ ഡിസെക്ഷൻ ആണ്. നമുക്ക് ഇതുവരെ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ കെഡാവർ വന്നിട്ടില്ല. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ യാതൊരു മാനദണ്ഡവും പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, അപര്യാപ്തതകളുടെ ഒരു വലിയ കണക്ക് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഇത്തരം അപര്യാപ്തതകൾ അത് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഗണിക്കാതെ പോയതാണോ? ഇപ്പോൾ എന്ത് നീക്കമാണ് നടക്കുന്നത് മെഡിക്കൽ കോളേജിനായി? കാസർഗോഡ് മെഡിക്കൽ കോളേജ് കാസർഗോഡ് നഗരത്തിൽ നിന്ന് ഉക്കിനടുക്ക എന്ന സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. അവിടെ അക്കാഡമിക് ബ്ലോക്ക് മാത്രമാണ് നിർമ്മാണം പൂർത്തിയായത്. ഈ അക്കാഡമിക് ബ്ലോക്കിലാണ് അവിടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ ലാബ് സൗകര്യങ്ങളും ഒക്കെ ഒരുക്കേണ്ടത്. അതിന്റെ ഒരു സ്ഥലപരിമിതി അവിടെയുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇതിന്റെ പ്രയാസങ്ങൾ സൂചിപ്പിച്ച് രംഗത്ത് വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഫാക്കൽറ്റിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡിപ്പാർട്ട്മെന്റുകളിലായി ആകെയുള്ള 8 അധ്യാപകരിൽ 3 പേർ മാത്രമാണ് സ്ഥിരം അധ്യാപകർ ഉള്ളത്. 5 പേരും താൽക്കാലിക ജീവനക്കാരാണ്. ഇത് പഠന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നതായി വിദ്യാർത്ഥികൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലബോറട്ടറി സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. അതിന്റെ പ്ലംബിംഗ് വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക് അടക്കമുള്ള കാര്യങ്ങൾ ായിട്ടില്ല. അനുബന്ധ സൗകര്യങ്ങൾ ഇല്ല. ആവശ്യമായ ഉപകരണങ്ങൾ അവിടെ സജ്ജീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ പ്രായോഗിക പഠനം അവതാളത്തിലാണ് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതോടൊപ്പം അവർക്ക് മൃതദേഹങ്ങളുടെ ഒരു പഠനം അതിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ നടക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെയായും പൂർണ്ണമായ ഒരു മൃതദേഹം പഠിക്കാൻ കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം പൂർത്തിയാവുമ്പോൾ പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. ഒരു തവണ കാലു മാത്രമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും, മറ്റൊരു തവണ കൈ മാത്രമായി കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്നും എത്തിച്ചിരുന്നു. അത് അവിടെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിന് ശേഷമാണ് എത്തിച്ചത് എന്നാണ് കുട്ടികൾ പറയുന്നത്. അതിന്റെ ബാക്കി ശരീരഭാഗങ്ങളോ മറ്റു അനാട്ടമിയുമായി ബന്ധപ്പെട്ട പഠനത്തിനുള്ള സൗകര്യങ്ങളോ ലഭിച്ചിട്ടില്ല എന്ന് കുട്ടികൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുന്നത് കാസർഗോഡ് മെഡിക്കൽ കോളേജിന് ആശുപത്രി ആയി പ്രവർത്തിക്കുന്നത് കാസർഗോഡ് നഗരത്തിലുള്ള കാസർഗോഡ് ജനറൽ ആശുപത്രിയാണ്. ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ 1 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യണം. അങ്ങനെ തിരിച്ചൊരു മണിക്കൂർ പോകണം. 2 മണിക്കൂർ അവരുടെ യാത്രക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു. മറ്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ വളരെ പെട്ടെന്ന് അവർക്ക് ആശുപത്രിയിൽ എത്തുകയും ആ ഒരു ദിവസം പൂർണ്ണമായും ആശുപത്രിയിൽ പ്രവർത്തനം നടത്താൻ, അതിന്റെ പഠനം നടത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ പഠന സമയത്തിൽ 2 മണിക്കൂർ യാത്രക്ക് മാത്രം ചെലവഴിക്കുന്നത് കൊണ്ട് പൂർണ്ണമായും ഈ ആശുപത്രിയിലെ പഠനവും നടക്കുന്നില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അവരുടെ ഹോസ്റ്റൽ കെട്ടിടം പൂർത്തിയായിട്ടില്ല. മറ്റ് ആശുപത്രി കെട്ടിടങ്ങളൊന്നും പൂർത്തിയാവാത്തത് കൊണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ താൽക്കാലിക ഹോസ്റ്റൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് തന്നെ 40 മിനിറ്റ് യാത്ര ചെയ്താൽ പോവേണ്ട ഒരു സ്ഥലമാണ്. അവിടെ 40 മിനിറ്റ് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ റോഡ് കണക്ടിവിറ്റി വളരെ അസൗകര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വേണ്ടി വരുന്നു. അപ്പൊ കുട്ടികളുടെ പഠന സമയം ഇങ്ങനെ യാത്ര ചെയ്തും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്താനും ഒക്കെ യാത്ര ചെയ്ത് കൂടുതൽ സമയം പോവേണ്ടി വരുന്നു. അതോടൊപ്പം സ്ഥിരം അധ്യാപകരില്ലാത്തത് കൊണ്ട് തന്നെ പഠന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ആണ് അവർ സൂചിപ്പിക്കുന്നത്. ആരോഗ്യമന്ത്രിക്ക് 50 വിദ്യാർത്ഥികൾ ഒപ്പിട്ട ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഇത്തരം അസൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ഈ മൃത
മൃതദേഹങ്ങളുടെ പഠനം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഇതുവരെയും പൂർണ്ണമായി അവർക്ക് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ലബോറട്ടറി സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി സജ്ജീകരിക്കാത്തത് കൊണ്ടും അവരുടെ ആദ്യ വർഷത്തെ പരീക്ഷയിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുകയാണ്. കുട്ടികൾ അടുത്ത ഓഗസ്റ്റിൽ പരീക്ഷ നടക്കും. പരീക്ഷയ്ക്ക് മുമ്പായി മോഡൽ പരീക്ഷയുണ്ടാവും. അതിനിടയിൽ അവരുടെ പോർഷൻസ് പൂർണ്ണമായും പഠിപ്പിച്ച് തീരേണ്ടതുണ്ട്. അത്തരം പോർഷൻ തീരുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. മറ്റെല്ലാ മെഡിക്കൽ കോളേജിലും ഈ ഫൈനൽ ആദ്യ വർഷ പരീക്ഷയ്ക്ക് മുമ്പായി അവർക്ക് ഈ സ്റ്റഡി ലീവ് അനുവദിക്കാറുണ്ട്. അതോടൊപ്പം ഇതിന്റെ മോഡൽ പരീക്ഷയ്ക്ക് മുമ്പ് സ്റ്റഡി ലീവ് ലഭിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പോർഷൻ തീരാത്തത് കൊണ്ട് ഈ സമയങ്ങളിലൊക്കെ പോർഷൻ എടുത്തു തീർക്കും, തങ്ങൾക്ക് സ്റ്റഡി ലീവ് ലഭിക്കില്ല എന്ന് ഒരു പരാതി, ഒരു ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള സമയവും ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 50 കുട്ടികളും ഒപ്പിട്ട ഒരു നിവേദനം ആരോഗ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഒരു നടപടി ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളുള്ളത്. ശരി, ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.